എൻ്റെ പേര് സിസ്റ്റർ നവീന CMC. ഞാൻ ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസ് അംഗമാണ്. ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിൻ്റെ ഒരു സ്ഥാപനമാണ് കൂനന്താനത്തുള്ള ഈ സങ്കേതവാശ്രമം. ഇവിടെ പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയും പ്രകൃതി ജീവനവും ജീവനോടുള്ള ആദരവും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈ സങ്കേതവാശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പ്രകൃതി കൃഷിയിലേക്ക് വരാനായിട്ടുണ്ടായ കാരണങ്ങളുണ്ട്. അതായത് വിഷമുള്ള ഭക്ഷണം കഴിച്ച് മനുഷ്യരെല്ലാം രോഗികളായിട്ട് തീരുന്നു. കീടനാശിനികളും രാസവളവും ഉപയോഗിച്ചുള്ള കൃഷിയിലൂടെ മണ്ണിൻ്റെ സൂക്ഷ്മാംശങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതായത് സൂക്ഷ്മജീവികൾ മണ്ണിൽ ധാരാളമുണ്ട്, മണ്ണിരയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊരു ഇല ചെന്ന് പൊക്കിയെടുക്കുമ്പോഴറിയാം ആ ഇലയുടെ അടിയിൽ ധാരാളം സൂക്ഷ്മജീവികൾ നമ്മളതിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കീടങ്ങളെ നമ്മൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഓടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മണ്ണിൽ തന്നെ നമ്മുടെ പരിസരത്ത് തന്നെ നമ്മൾ മിത്രകീടങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ശത്രുകീടങ്ങളുടെ ഉപദ്രവം നമുക്ക് വളരെ കുറഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു കൃഷിരീതി അനുവർത്തിക്കണമെങ്കിൽ നമ്മൾ നാടൻ പശുവിനെ വളർത്തണം. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ജീവാമൃതം, ബീജാമൃതം, നീമാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഘനജീവാമൃതം, നമ്മൾ അടിവളമായിട്ട് ഘനജീവാമൃതം ഇടുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലെ ബീജാമൃതം ഉപയോഗിച്ച് വിത്ത് മുക്കി വെച്ച് തണലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം അത് തൈയായി കഴിയുമ്പോൾ അതിനെ പറിച്ചു നടുന്നു. പറിച്ചു നട്ടതിന് ശേഷം മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നു. ഈ രീതിയിലുള്ളൊരു കൃഷിരീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 വർഷമായി നമ്മൾ ഈ രീതിയിലുള്ള കൃഷി ഇവിടെ തുടങ്ങിയിട്ട്. ഈ 12 വർഷം, ആദ്യത്തെ വർഷം ഈ കൃഷിരീതി മണ്ണ് മുഴുവനും രാസവസ്തുക്കളും കീടനാശിനികളും ഒരുപാടില്ലായിരുന്നെങ്കിലും നമ്മൾ കുറേയൊക്കെ ഇവിടെ ചേർക്കുമായിരുന്നു. അപ്പം മണ്ണിൻ്റെ സൂക്ഷ്മാംശങ്ങളെല്ലാം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെല്ലാം മണ്ണിരയൊന്നും ഇവിടെ കാണാനേ ഇല്ലായിരുന്നു. ഈ രീതിയിലുള്ള കൃഷിരീതി തുടങ്ങിയതിന് ശേഷം ധാരാളം മണ്ണിര നമ്മുടെ ഈ പറമ്പിലുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കാടൊന്നും വെട്ടിത്തെളിക്കാറില്ല. ഈ കാട്ടിലെ ഈ പുല്ലും കാടും ഒക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കൃഷി ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ അത് പൊതയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ പുല്ലും കാടും എല്ലാം നമ്മൾ പൊതയായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം മണ്ണിൻ്റെ സൂക്ഷ്മാംശങ്ങളെ, സൂക്ഷ്മജീവികളെ ഒന്നും നഷ്ടപ്പെടുത്താതെ മണ്ണിൻ്റെ ആ ഒരു തനതായ കാട്ടിലെ അവസ്ഥ എന്താണോ അത് നമ്മുടെ മണ്ണിൽ വളർത്തിയെടുക്കുക. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള കൃഷി ചെയ്ത് നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധനങ്ങളുടെ ഗുണമേന്മ വളരെ വലുതാണ്. ഇപ്പം 26 കിലോ ഉള്ള ഏത്തക്കൊല വരെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പയർ നട്ടു. പയർ പറിച്ച് 2 ചോട് പയർ നട്ട്. അത് ഒരുപാട് പയറായിരുന്നു, ഒത്തിരി പയർ. കീടങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള കൃഷി ചെയ്തപ്പോൾ മനുഷ്യർ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ആരോഗ്യമുള്ളവരായിട്ട് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പ്രകൃതി ജീവന കാര്യങ്ങളും കൂടെ ഈ സങ്കേതവാശ്രമത്തിൽ ചെയ്യുന്നുണ്ട്. 3 ദിവസം കൊണ്ട് വരെ നമ്മൾക്കിവിടെ ഷുഗർ കുറയുന്നു, പ്രഷർ കുറയുന്നു. അതുപോലെ ക്യാൻസർ, ഒരു 8-10 ക്യാൻസറുകളും നമുക്കിവിടെ ഭേദമായി. അങ്ങനെ ഈ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യ മേഖലയിൽ പോലും വളരെയേറെ വ്യത്യാസമുള്ളതായിട്ട് എൻ്റെ ഒരു അനുഭവമായിട്ട്, ഇത്രയും വർഷത്തെ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ ഉള്ളത്. രോഗങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഒരുപാട് കൂലിച്ചെലവുകളോ അതുപോലെ തന്നെ ഒരുപാട് അധ്വാനങ്ങളോ ഒന്നും ഇതിൻ്റെ പിന്നിലുണ്ടാകുന്നില്ല. കാരണം ഒരു ആളെ നിർത്തി നമ്മൾ ജോലി ചെയ്യിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കൂലിച്ചെലവുണ്ടാകും. നമ്മൾ വാഴയൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊരു കുഴിയെടുത്ത് കുഴിച്ചിടുന്നു, വീണ്ടും അതിൻ്റെ പൊക്കത്തിൽ പൊതയിടുന്നു, ഘനജീവാമൃതം ചേർക്കുന്നു, ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഒരു പ്രോസസ്സായിട്ട് അങ്ങ് പോയിക്കോളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഈ രാസവസ്തുക്കളെല്ലാം കണ്ടമാനം ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾക്ക് കിട്ടുന്ന ഫലത്തിൻ്റെ ഗുണമേന്മ വളരെ താണ നിലയിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ മണ്ണിൽ ഇവിടെ വരുന്നവർ പലരും പറയാറുണ്ട് ഇവിടുത്തെ മണ്ണ് എത്ര സുന്ദരമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഔഷധ ഗുണമുണ്ടെന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നവർ പറയുകയും വെള്ളത്തിന് പ്രത്യേക രുചിയുണ്ടെന്നൊക്കെ ആൾക്കാർ വരുന്നവരൊക്കെ ഇവിടെ പറയാറുണ്ട്. കാരണം ഈ മണ്ണിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളോ കീടനാശിനികളോ ഒന്നും ഈ വെള്ളത്തിൽ കലരുന്നില്ല. ഇത് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ വളപ്പിൽ നട്ടിരിക്കുന്ന ചീമച്ചേമ്പാണ്. ഇത് നമ്മൾ നട്ടത് ഇതൊരു വിത്തായിട്ടാണ് നട്ടത്, തടയായിട്ടല്ല നട്ടത്. പണ്ടൊക്കെ തടയായിട്ടായിരുന്നു. ഇത് വിത്ത് നട്ടതാണ്.
ഇത് നട്ടതിന് ശേഷം നമ്മൾ അടിവളമായിട്ട് ഘനജീവാമൃതം അടിയിൽ ചേർത്തിട്ട് പിന്നീടാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പം നട്ട് കിളുത്ത് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് മണ്ണ് വെട്ടി കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ജീവാമൃതം 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു. ഇതിന് വളരെ ഇങ്ങനെ ആർത്ത് നിൽക്കുന്നില്ലെങ്കിലും ഇത് പറിക്കുമ്പോൾ ഇതിൽ ധാരാളം വിത്തുകൾ കിട്ടാറുണ്ട്. ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഇതിൻ്റെ ഇലയെല്ലാം കണ്ടമാനം ആർത്ത് വരത്തില്ല. കാരണം ഈ രീതിയിലുള്ള ഒരു വളപ്രയോഗം രാസവളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിൻ്റെ തണ്ടൊന്നും കണ്ടമാനം വരത്തില്ല. അതേസമയം ധാരാളം വിത്തുകൾ നമ്മൾക്ക് ഈ ഒരു ചുവടിൽ നിന്ന് കിട്ടും. പല ചുവടുകൾ ഒരുമിച്ചാണ് ഇത് നിൽക്കുക. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രകൃതി കൃഷിയാണ്. അപ്പം പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം പ്രകൃതി കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, മണ്ണിൻ്റെ സൂക്ഷ്മജീവാണുക്കളെ അല്പം പോലും നശിപ്പിക്കാതെ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും, അതായത് ലോക്കൽ കൗ, അതാണ് നമ്മുടെ നാട്ടിലുള്ള പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ പാളയം തോടൻ്റെ പഴമുണ്ടെങ്കിൽ അത്, അല്ല കപ്പളങ്ങാപ്പഴം ഉണ്ടെങ്കിൽ അത്, അല്ല ശർക്കര ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചക്കപ്പഴമോ അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള ഫ്രൂട്ട്സോ അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നു. അത് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഈ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കോരി ഒഴിക്കുന്നു, അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യാൻ നമ്മൾക്ക്. വാഴയ്ക്കൊക്കെ ആണെങ്കിലും കുലയായി വരുമ്പോൾ ഈ ജീവാമൃതം നമ്മളൊരു തുണിയിൽ പൊതിഞ്ഞ് അതിൻ്റെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത് ഒരു രാസവളങ്ങൾ യാതൊരു മനുഷ്യന് ഉപദ്രവവും ഉണ്ടാക്കുന്ന ഒന്നുമല്ല. അതേസമയം ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ജൈവ ഘടകങ്ങൾ, അതായത് മണ്ണിര കമ്പോസ്റ്റ് പോലെയുള്ള നമുക്കറിയാം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മണ്ണിര എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ വളർത്തുന്ന, ഏതോ ഒരു രാജ്യത്ത് വളർത്തുന്ന മണ്ണിരയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കുറേ വേസ്റ്റും കുറേ ചാണകവും തീറ്റിച്ച് വളർത്തുന്നതല്ല മണ്ണിര എന്ന് പറയുന്നത്. മണ്ണിര എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ കാലാകാലങ്ങളായി ഇങ്ങനൊരു ഗുപ്ത അവസ്ഥയിൽ, ഉറങ്ങിയ അവസ്ഥയിൽ ഇത് ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രാസവളമോ കീടനാശിനിയോ ചേർക്കുമ്പോൾ അത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു ചെടിയുടെ ചൂട്ടിൽ ഒരു മണ്ണിരയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അല്പം രാസവളങ്ങളോ അത് കിടന്ന് മണ്ണിൽ കിടന്ന് പിടയുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം ജീവാമൃതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിര ഒരു സുഷിരത്തിലൂടെ താഴേക്ക് പോവുകയും മറ്റൊരു സുഷിരത്തിലൂടെ അത് ഭൂമിയുടെ മുകളിലേക്ക് വരികയും ചെയ്യുന്ന ഈ പ്രക്രിയ അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതല്ലേ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചിരുന്നു, മണ്ണിൻ്റെ കലപ്പയാണ് എന്ന് പറഞ്ഞത്. അത് ഉഴുതുഴുതിരിക്കുകയാണ് മണ്ണ്. അത് ഉഴുതുഴുത് മണ്ണിലേക്ക് അടിയിലേക്ക് അത് വായുപ്രവാഹം, അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന സാധനങ്ങളെ മണ്ണിൻ്റെ അകത്തേക്ക് നമ്മളെന്താണ് ഈ സൂക്ഷ്മാംശങ്ങളെയൊക്കെ അത് കടത്തിവിടുന്നു. അതേസമയം ജൈവം എന്ന് പറയുമ്പോൾ ജൈവ കീടനാശിനിയുണ്ട്, ഇപ്പം ജൈവ വളങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയല്ല കൃഷി ചെയ്യേണ്ടത്. അതും മറ്റ് രാസവളമായിട്ട് വലിയൊരു വ്യത്യാസം ഉണ്ടെന്നും തോന്നുന്നില്ല. കാരണം അത് ഉപയോഗിച്ചാലും കീടങ്ങൾ പറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് പാക്കറ്റിലാക്കി അതും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്കതിന് സാമ്പത്തിക ലാഭമായിട്ടൊന്നുമില്ല. അത് ഇവിടെ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിട്ടുണ്ട്. അതേസമയം ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏക്കറുകൾ കൃഷി ചെയ്യാം. ഈ ജീവാമൃതവും ഈ ഘനജീവാമൃതവും ഒക്കെ ഉണ്ട്. ഒരൊറ്റ നാടൻ പശു മതി നമ്മൾക്ക് ഏക്കറുകൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ തുടരേണ്ടത് നമുക്ക് വ്യക്തമായിട്ടുള്ള നല്ല ജീവനുള്ള അംശങ്ങൾ നമ്മൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാടൻ പശുവിനെ തന്നെ വളർത്തി, അല്ലെങ്കിൽ എവിടെയെന്നെങ്കിലും നമ്മൾ നാടൻ പശു വളർത്തുന്നിടത്ത് ചെന്ന് 10 കിലോ ചാണകവും 10 ലിറ്റർ ഗോമൂത്രവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കി സാധനങ്ങളും കൂടെ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾക്ക് ഈ കൃഷി ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വേറെ എങ്ങും ജൈവ വളങ്ങളെ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ജൈവ രീതിയിലുണ്ടാക്കുന്ന ഓർഗാനിക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതുമല്ല. ഈ രാസവളം പോലെ തന്നെ അത് നല്ലതുമല്ല എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഞാൻ എൻ്റെ 13 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വ്യക്തമായിട്ടും ആ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് തന്നെ ഇത് പറയുകയാണ്. ഇത് പീച്ചിലാണ്. ഈ പീച്ചിൽ ഞാൻ നട്ടത് ഇതിപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ നിന്നും കായുണ്ടായി. 45 ദിവസം തന്നെ എടുത്തില്ല, കാരണം ഒരു 38 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലെ പൂ കുത്താനായിട്ട് തുടങ്ങി. അടിയിൽ ഘനജീവാമൃതം ഇട്ടു, പിന്നീട് ജീവാമൃതം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇത് ഞാൻ നട്ടത് ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 52 ദിവസം 58 ദിവസത്തോളമായി.
ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കിപ്പോഴേ ഇത്രയും ദിവസത്തിനകം കിട്ടിയത് 12 കിലോ ഞാനിപ്പോൾ ഈ 2 ചുവട് പീച്ചിലേന്ന് പറിച്ചെടുത്തു. മിനിങ്ങാന്ന് ഞാനിത് പറിച്ചിരുന്നു 8 കിലോ, അതിന് മുന്നേ 4 കിലോ പറിച്ചിരുന്നു. അപ്പം നമ്മൾക്കിവിടെ ആവശ്യത്തിനുള്ളതെല്ലാം ഇത് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്കറിയാം, കാലാവസ്ഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഞാറ്റുവേലയുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് വ്യത്യാസമാണ്. പക്ഷെ ഇത് മഴയുള്ള സമയത്ത് ഇത് നന്നായിട്ട് ഇത് പൂക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അതായത് ഇത് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കീടങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു സസ്യമാണ് ഈ പീച്ചിലെന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ കീടങ്ങളുടെ ശല്യം കുറവാണ്. കാരണം ഞാൻ ജീവാമൃതം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അവിടെ എനിക്ക് വെച്ചൂർ പശു, നാടൻ പശുവുണ്ട്. നാടൻ പശുവിൻ്റെ അതിൻ്റെ ഗോമൂത്രം കൊണ്ടുവന്ന് അതും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കീടങ്ങൾ എൻ്റെ കായൊന്നും അങ്ങനെ അധികമൊന്നും ഇങ്ങനെ കുത്തിയൊന്നും പോകാറില്ല. അത് പൊതിഞ്ഞങ്ങനെ കെട്ടാറില്ല. ഇതേപടി ഇത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുക. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വിത്ത് പാകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ തന്നെ വേറൊരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് കുറച്ചേറെ മരങ്ങളുടെ കരികിലയിടുക. അതായത് ആഞ്ഞിലി, പ്ലാവ്, ഇങ്ങനെ എനിക്ക് മുകളിൽ കാട് പോലെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കരിയില വാരിക്കൊണ്ട് വന്ന് ഏറെ കരികില ആ കുഴിക്കകത്ത് നിറയ്ക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ഘനജീവാമൃതം ഇടും. അതിൻ്റെ മുകളിലേക്ക് മണ്ണിടും. മണ്ണിട്ടിട്ടാണ് വിത്ത് നമ്മൾ തൈ പാവുക. തൈയായിട്ട് കിളിപ്പിച്ച് ട്രേക്കകത്ത് കിളുത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് അത് പാകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അല്പം ജീവാമൃതവും കൂടി ഒഴിച്ചു കൊടുത്താൽ, അങ്ങനെ 2-3-4 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് വളർന്ന് കായായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ടിത് കിട്ടുന്നുണ്ട്. ഇത് പടവലമാണ്. ഇത് പടവലം നട്ടിട്ട് ഇപ്പോഴൊരു 40 ദിവസം കഴിഞ്ഞു. കായായി തുടങ്ങി. ഇത് വിത്ത് പാകി കൊണ്ടുവന്ന് ഇവിടെ നട്ടുവെച്ചതാണ്. വിത്തിട്ട് കിളിപ്പിച്ചല്ല, വിത്തൊരു ട്രേക്കകത്ത് പാകിയാണ്. 2 ചുവട് പടവലവേ ആകുകയുള്ളൂ. പക്ഷേ 2 ചുവട്ടിൽ നിന്ന് തന്നെ കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ കായ്കൾ ഇനിയും ഇതിലുണ്ട്. ചെറിയ കായ് ഇനിയും ഉണ്ടായിട്ടുണ്ട്. ഇത് നീളം കുറഞ്ഞ പടവലങ്ങയാണ്. ഇത് ധാരാളം ഉണ്ടാകും. നീളം കൂടിയ പടവലങ്ങയേക്കാൾ നീളം കുറഞ്ഞ പടവലം നമ്മൾ നടുമ്പോൾ ഇത് ധാരാളമായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു പന്തലിൽ തന്നെയാണ് ഈ ചുരയ്ക്ക ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതൊരു 6 കിലോ ഒക്കെ വരുന്ന, 5 കിലോ 6 കിലോ ഒക്കെ വരുന്ന വലിപ്പം ഇതിന് വയ്ക്കാറുണ്ട്. ഇതും നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചാറുകറിയായിട്ടും തോരനായിട്ടും അവിയലിൻ്റെ അകത്തും സാമ്പാറിൻ്റെ അകത്തും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു ആകെ 2 ചുവടേ വെച്ചിട്ടുള്ളൂ. ഒരു തടത്തിൽ 2 ചുവട് മാത്രം. അത് ധാരാളമായിട്ട് ഇതേ കായ്ക്കും. ഇപ്പം 2 കായുണ്ട്. പൊക്കത്തിലായിട്ടൊക്കെ ചെറിയ ചെറിയ കായകൾ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് തന്നെ ചേർന്ന് ചെയ്തിരിക്കുന്നതാണ് ഈ കോവല്. നേരെ അങ്ങോട്ടേക്ക് പടരുന്നു. ഇത് മുകളിലേക്ക് പടിഞ്ഞാട്ടേക്ക് പടരുന്നു. ആ പടവലം വടക്കോട്ട് അത് പടരുന്നു. അങ്ങനെ ദിശ തിരിച്ച് അതിനെ ഞങ്ങൾ വിടുകയും ചെയ്യും. അപ്പോൾ ഒരു പന്തൽ വലിച്ചു കെട്ടി നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നില്ല. ഒരു പന്തൽ വലിച്ചു കെട്ടി അതിനെ ദിശ തിരിച്ചു വിട്ട് ഈ രീതിയിലുള്ളൊരു കൃഷിയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും സെപ്പറേറ്റ് പന്തൽ, ഇപ്പോൾ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം മാറ്റി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഇത് പ്രാവശ്യം ചെയ്ത് അല്പം ഗോമൂത്രത്തിൻ്റെ അകത്ത് ഇച്ചിരി വേപ്പെണ്ണ കലർത്തിയിട്ട് ഇതിന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാലാവസ്ഥയുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. അല്ലാതെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കായ ഇത്രയും ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന മഴയുടെ വ്യത്യാസവും വെയിലിൻ്റെ വ്യത്യാസവും ഒക്കെ വരുന്നത് കൊണ്ടാണ്. അത് എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ വന്നപ്പോഴേ കാണുകയായിരുന്നു മിത്രകീടങ്ങളുണ്ട്. അതായത് ഈ ചിലന്തി വല കെട്ടി മിക്കവാറും രാവിലെ ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ചിലന്തി വല കാണും. എൻ്റെ മുഖത്തേക്ക് ചിലന്തി വല രാവിലെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ 2 മണിക്കൂർ കൃഷിത്തോട്ടത്തിൽ ഞാൻ തന്നെ പണിയെടുക്കാറുണ്ട്. അപ്പോൾ ചിലന്തി ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ചിലന്തി വല കെട്ടുന്നത് അതൊരു മിത്രകീടമാണ്. അത് നമ്മുടെ സസ്യത്തിന്, നമ്മൾ നടുന്ന ഈ സസ്യങ്ങളെ ഒരു ഉപദ്രവവും ചെയ്യത്തില്ല. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ വല കെട്ടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭക്ഷണത്തിന് അത് കീടങ്ങളെ, മറ്റ് ജീവികളെ ആകർഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മൾ നട്ടിരിക്കുന്ന ഈ ചെടിയെ ആക്രമിക്കാൻ, കായ്കളെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെ
ആ വലയ്ക്കകത്തേക്ക് തട്ടി അത് അവിടെ നിന്ന് അത് ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ശത്രുകീടങ്ങളെ നമ്മൾ തുരത്താൻ വേണ്ടി മിത്രകീടങ്ങൾ ധാരാളം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കീടനാശിനി പ്രയോഗിച്ചാൽ ഈ ഒരു ചിലന്തി വലയൊന്നും നമ്മുടെ കൃഷിത്തോട്ടത്തിലൊന്നും കാണത്തില്ല. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴുമൊക്കെ ധാരാളം ചിലന്തി ഇങ്ങനെ വല കെട്ടിയിരുന്നു. ഇപ്പോൾ അതില്ല. അതേസമയം ഈ പറമ്പിൽ എങ്ങോട്ട് ചെന്നാലും ചിലന്തിയുടെ വല ധാരാളമായിട്ട് ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഇത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് ഇവിടെ 2 വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റി ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ട്. 3 വെറൈറ്റി ഓൾറെഡി എനിക്കറിയാം. അത് കൂടുതലുണ്ട്. പക്ഷേ ഇത് വെള്ള മധുരക്കിഴങ്ങാണ്. ഇത് നട്ടിരിക്കുന്നത് ഈ പന്തലിൻ്റെ അടിയിൽ തന്നെയാണ്. കാരണം വെയിൽ നമുക്ക് അത്യാവശ്യം, നമുക്കറിയാം ഓരോ കാട്ടിലെ മരങ്ങൾ എങ്ങനെയാണ് ഓരോന്നും അതിനാവശ്യമുള്ള വെയിൽ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ലെയറായിട്ട് ചെയ്യുമ്പോൾ അല്ലെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചേമ്പ് നടാം, മഞ്ഞൾ നടാം, ഇഞ്ചി നടാം, മധുരക്കിഴങ്ങ് നടാം. അപ്പം ഇങ്ങനെ നമ്മൾ ഇത് ചെറിയൊരു മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടതാണ്. അത് ഞാൻ തന്നെ ചുറ്റിനും ഇച്ചിരി മണ്ണിട്ട് കൊടുത്ത് അതിനെ ഇങ്ങനെ ദൂരേക്ക് പടർത്തത്തില്ല. അത് വെയിൽ കിട്ടുന്നൊരു പാകത്തിനാണ്, കുറച്ച് വെയിൽ കിട്ടുന്നൊരു പാകത്തിനാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും ഇതിൻ്റെ തണ്ട് നീണ്ട് വരുമ്പോഴേ അതിൻ്റെ പൊക്കത്തിലേക്ക് ഞാൻ അല്പം മണ്ണും കൂടെ വെട്ടിയിട്ട് കൊടുക്കും. അങ്ങനെ ഈ മധുരക്കിഴങ്ങ് നമുക്ക് ധാരാളം മധുരക്കിഴങ്ങ് ഇതിൽ നിന്ന് കിട്ടും. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കായൊക്കെ ആയി ഇതിൻ്റെ ഈ ഇലയൊക്കെ ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ഇത് പറിച്ചെടുക്കും. നല്ല വലിപ്പത്തിലുള്ള നല്ല രുചികരമായ മധുരക്കിഴങ്ങാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പൊക്കത്തിലേക്ക് അല്പം ചാണകവും മൂത്രവും എല്ലാം കൂടെ കലക്കിയതും എല്ലാം കൂടെ ഇതിൻ്റെ ഇവിടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കും ഇതിനെല്ലാം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് നല്ല പുഷ്ടിയോടുകൂടി ഇത് വളർന്നു വരും. അതുപോലെ തന്നെ നല്ല വലിയ മധുരക്കിഴങ്ങ് കിട്ടുകയും ചെയ്യും. ഇത് വെള്ളരിയാണിത്. വാഴ നട്ടിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. 1.5 മാസമായ വാഴയാണ്, ഏത്തവാഴയാണിത്. അപ്പം വാഴ നട്ട് അന്നേരം തന്നെ ഇവിടെ തടമെടുത്ത് വെള്ളരി നട്ടു. അപ്പം വെള്ളരി ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു 22 കിലോ വെള്ളരിക്ക ഇപ്പം പറിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിയിലെല്ലാം വെള്ളരിക്ക ഒത്തിരി ഉണ്ടായി കിടപ്പുണ്ട്. ഇതിന് ഞാൻ ജീവാമൃതം ഒഴിച്ചതേ ഇല്ല. അത് അല്ലാതെ പശുക്കൂട്ടിൽ നിന്ന് തന്നെ പശുക്കൂട് കഴുകുന്ന വെള്ളവും ഗോമൂത്രവും കൂടെ ഒഴുകി വരാനൊരു ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഒരു 1-2 ദിവസം കോരി ഇതിനെല്ലാം, ഈ വാഴയ്ക്കും അത് ഒഴിച്ചുള്ളൂ, ഈ വെള്ളരിക്കും അത് മാത്രമേ ഒഴിച്ചുള്ളൂ. ഇതിന് യാതൊരുവിധ മറ്റ് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാനിതിനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതേസമയം നല്ല മുഴുത്ത നല്ല വെള്ളരിക്ക നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ വരുന്നവർക്കെല്ലാം, പ്രത്യേകിച്ച് ഇവിടെ ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗികളൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിതശൈലി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. അവർക്ക് ഇവിടെ കിട്ടുന്ന ഈ സാധനങ്ങൾ തന്നെയാണ്, ഈ നാച്ചുറൽ ഫാമിംഗ് കൃഷി രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇവർക്കും കൊടുക്കുക. ഞങ്ങളും ഇത് തന്നെയാണ് ഭക്ഷിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗത്തിൻ്റേതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഭക്ഷണ സാധനം കഴിക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഓടി നടന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഞാൻ തന്നെയാണ് രാവിലെ എല്ലാ ദിവസവും 2 മണിക്കൂർ ഈ കൃഷിത്തോട്ടത്തിൽ ഈ ചാണകവും മൂത്രവും ഡെയിലി കോരി 1-2 ദിവസം കോരി ഒഴിച്ചല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിക്കാരെ ഒന്നും നിർത്തിയല്ല ഇത്രയും കാര്യങ്ങൾ. വാഴ നടാൻ മാത്രമേ, ഇതിപ്പോൾ തടവെടുത്ത് നടാൻ മാത്രമേ ഒരാളെ വിളിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ കൃഷിക്കകത്ത് ഇത് കോരി ഒഴിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചീരയാണ്. ഇത് ആദ്യമേ ഒരു പ്രാവശ്യം ഇവിടെ ചീര ആ വശത്തും ഈ വശത്തും എല്ലാം ചീര നട്ടിരുന്നു. അത് നല്ലതായിട്ട് നമുക്ക് ഈ കന്നുകാലിക്കൂട്ടിൽ നിന്ന് വരുന്ന ഈ വെള്ളം കോരി ഒഴിച്ച് വളർത്തിയതാണ്. ഇത് 2ാമത് നട്ട് ഇപ്പോൾ ഇത് കയറി വരുന്നതേ ഉള്ളൂ ഈ ചീര. ഇത് ചെമ്പട്ടി ചീരയാണ്, നല്ല ചുമന്ന ചീരയാണ്. അല്പം കൂടെ കഴിയുമ്പോൾ നല്ല നിറം ഇതിന് വരും. ഇത് ഞങ്ങളുടെ ഭക്ഷണത്തിനായിട്ട് ഞങ്ങളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ വെള്ളച്ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്, പിന്നെ മുള്ളൻ ചീരയുണ്ട്, പിന്നെ കുപ്പച്ചീരയുണ്ട്, സാമ്പാർ ചീരയുണ്ട്. അങ്ങനെ ചീരയുടെ വെറൈറ്റികൾ തന്നെ പലത് ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ കൃഷിക്കായിട്ട്, നമ്മുടെ ഭക്ഷണത്തിനായിട്ട് നമ്മളിത് ഇവിടെ ഉപയോഗിക്കുന്നു. അങ്ങ് മുകളിലാണ് നമുക്ക് പശുവിൻ്റെ കൂട്, തൊഴുത്ത്. അവിടെ നിന്ന് ഓസിട്ട് ഇതിങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുകയാണ്. അതിവിടെ വന്ന് ഈ ടാങ്കിൽ വന്ന് വീഴുന്നു. ഈ വീഴുന്ന ഈ വെള്ളം ഇത് നമ്മൾ ഈ പച്ചക്കറികൾക്കും
ഈ ഇതിൻ്റെ അകത്ത് ചീരയുണ്ട്, വാഴയുണ്ട്, വെള്ളരിക്കയുണ്ട്. ഇതിന് കോരി ഇതൊഴിക്കുന്നു. ഇത് മുഞ്ഞ എന്ന് പറയുന്ന ഒരു മരമാണ്. ഇത് വലിയ മരമാകുന്നതാണ്, പക്ഷെ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര ഹാർഡ് സ്മെല്ലാണ്. ഇത് ഈ പയറിനൊക്കെ മുഞ്ഞ വരുമ്പം ഇതും ഗോമൂത്രവും കൂടെ അരച്ചിട്ട് ഇത് സ്പ്രേ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുഞ്ഞ മാറി എനിക്കിവിടെ അനുഭവമുണ്ട്. പയറിലുണ്ടാകുന്ന മുഞ്ഞ, ചെറിയ മുഞ്ഞ എന്ന് പറയുന്ന ചെറിയൊരു കീടം, അത് മാറി എനിക്ക് നേരത്തെ അനുഭവമുണ്ട്. ഇവിടെ നിറച്ചും കാട് പോലെ ഇങ്ങനെ വനം പോലെ ഞങ്ങളിങ്ങനെ ഇത്രേ സ്ഥലം 8-10 സെൻറ്റ് ഉണ്ട്. ഇതൊരു വനമായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കരിയിലെല്ലാം നമ്മൾ വാരിയെടുക്കും. അത് എന്നിട്ട് കൃഷിയുടെ തടത്തിലിടും. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പം കുഴിയെടുത്ത് അതിൻ്റെ തടത്തിലിട്ടാണ്. അതോടൊപ്പം തന്നെ നല്ല കൂളിംഗ് ആണ്. ഔഷധ രീതിയിലുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. മൊത്തം താന്നിയുണ്ട്, മരോട്ടിയുണ്ട്, കാഞ്ഞിരമുണ്ട്, പിന്നെ ഇലഞ്ഞിയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മരങ്ങളുണ്ട്. അതുപോലെ ചെമ്പകം, ഡിവി, ഇങ്ങനെ പലതരം സോപ്പും കായ, അങ്ങനെ പലതരത്തിലുള്ള നാരകം, പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും അത്. അങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ, പിന്നെ ഉങ്ങ, ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് ആണ്. വേറെ എങ്ങും കിട്ടാത്ത സൈസുള്ള ഭയങ്കര ഒരു തണുപ്പ് നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വന്നിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവരെ ഞങ്ങൾ ഈ മരത്തിൻ്റെയൊക്കെ ചോട്ടിലിരുത്തി അവർക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം നമ്മൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കാസർഗോഡ് കുള്ളൻ പശുവാണ്. ഇവള് 2 പ്രസവിച്ചു. 3-മത്തേത് ഇവൾക്കിപ്പോൾ ചെനയുണ്ട്. ഇവൾ ഭയങ്കര ഇണക്കമാണ്. ഇവരെ രാവിലെ തന്നെ അഴിച്ചു വിടും. താഴെ കണ്ടുകൊണ്ട് അവിടേക്ക് അഴിച്ചു വിടും. തിന്ന് നിറഞ്ഞു കഴിഞ്ഞ് ഒരു തനിച്ച് കയറി പോന്നോളും. മിക്കവാറും ഒരു ഉച്ചയോട് കൂടി അഴിച്ചു വിടത്തുള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇവർ സന്ധ്യയ്ക്ക് മുന്നേ ഒരു 4-4:30 ആകുമ്പോൾ അവർക്ക് ടൈമുണ്ട്. ആ ടൈമിന് അവർക്കൊരു കൃത്യ വഴിയും കാണും. ആ വഴിയേ അവർ വരത്തുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ചെന്ന് പുല്ലും തിന്ന്. ഞങ്ങൾ പിന്നെ വെള്ളം ആയിട്ടൊന്നും കൊടുക്കാറില്ല. കണ്ടെത്തി വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട്, ആ വെള്ളമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വെള്ളമെന്ന് പറയുന്ന സാധനം ഇവർക്ക് ഞങ്ങളായിട്ട് കൊടുക്കാറില്ല. ഇവർ ആവശ്യത്തിന് എവിടെയാണ് വെള്ളം, ഇവിടെയൊക്കെ കിടക്കുന്ന വെള്ളം, അതായത് നമുക്കിവിടെ കോഴിക്കും താറാവിനും ഒക്കെയുള്ള വെള്ളമുണ്ട്, പിന്നെ കണ്ടത്തിലെ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. ഇത് മലനാട് ഏരിയയിൽ വളരുന്ന പശുവാണ്. മലയുള്ള സ്ഥലങ്ങളിലൊക്കെ അതാണ് ഇവർക്ക് ഇച്ചിരി വലിപ്പം കൂടുതലാണ്, ഓടി ഇറങ്ങി നടക്കാനായിട്ടുള്ളത്. ഇതാണ് വെച്ചൂർ പശുവാണ്. ഇത് ഒറിജിനൽ വെച്ചൂരാണ്. ഭയങ്കര ഇണക്കമാണ് ഇവർക്ക്. ഇതിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം. ഇതിൻ്റെ മോര്, തൈര്, നെയ്യ്, ഇതെല്ലാം ഭയങ്കര ഔഷധ ഗുണമുള്ള വസ്തുക്കളാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൃഷിക്ക് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രം തന്നെയാണ് വേണ്ടിയത്. അതായത് നാടൻ പശുവിൻ്റെ ചാണകത്തിന് പോലും പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ഒരു ചാണകം ഒരു ചാണിൻ്റെ അങ്ങനെയാണ് നിൽക്കത്തുള്ളൂ. മറ്റേന്ന് പശുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാണകം നിരന്നേ കിടക്കത്തുള്ളൂ. ഇതിൻ്റെ ചാണകം എന്ന് പറയുന്നത് കട്ടയായിട്ട് ഇങ്ങനെ വട്ടത്തിലൊരു തലമുടിക്കെട്ട് പോലെയാണ് ഇതിൻ്റെ ചാണകം ഇരിക്കുക. അതാണ് നാടൻ പശുവിൻ്റെ ചാണകത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ മൂത്രം നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് ഇത് നമ്മൾ കൃഷിക്കായിട്ടൊക്കെ ഇത് നമ്മൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റ് ഈ ഓക്കയോ പിണ്ണാക്കോ പോലെയുള്ള സാധനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മളെ പാലിന് വേണ്ടിയല്ല മെയിനായിട്ട് ഇതിനെ വളർത്തുന്നത്, കൃഷിക്ക് വേണ്ടിയാണ്. നമുക്കറിയാം പണ്ട് കാലങ്ങളിലും നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ പശുക്കളുണ്ടായിരുന്നു. ഈ പശുവിൻ്റെ പാൽ അല്പം കിട്ടിയിരുന്നു. അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലും നമ്മുടെ വീട്ടിലും അതിനടുത്ത വീടുകളിലും അതിൻ്റെ പാല് അവർക്ക് ഉപയോഗിക്കാനും മാത്രമല്ല, അല്ലാതെ ഈ പാലൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വന്നിട്ടൊന്നും അധികം കാലങ്ങളൊന്നും ആയില്ല. നമ്മുടെ പറമ്പിലെ പുല്ലും അല്ലെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് വളർത്തിയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് രോഗങ്ങളും കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചാണകം മൂത്രവുമായിരുന്നു നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് പോലും. അപ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമെല്ലാം നമ്മൾക്ക് മാറി.
നമ്മൾക്ക് വെറുതെ അധ്വാനത്തോടുള്ള താല്പര്യം നമുക്ക് കുറഞ്ഞു. എന്തും കാശ് കൊടുത്താൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൂടുതലും ആരോഗ്യമില്ലാത്തവരും മരുന്ന് കൂടുതൽ കഴിക്കുന്നവരുമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇതാണ് ചെറുവള്ളി. ഇതിനെ ഞാൻ മുണ്ടക്കയത്തപ്പുറത്തുള്ള ടി&ടി എസ്റ്റേറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇവളിപ്പം 2 പ്രസവിച്ചു. 3-ാമത്തേത് ചെനയുണ്ട്. ഇതിനല്പം പാല് കൂടുതൽ കിട്ടും. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിനൊരു 3 ലിറ്റർ 2.5-3 ലിറ്റർ വരെ കിട്ടും. പക്ഷേ വെച്ചൊരു പശുവിന് 1.5 ലിറ്റർ പാലേ കിട്ടത്തുള്ളൂ. ഇത് മെയിനായിട്ട് ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് ഘനജീവാമൃതം വേണം. ഇവിടെ നമുക്ക് 1.5 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. അപ്പോൾ കൃഷിക്ക് ആവശ്യം, പിന്നെ നമുക്ക് പരിചയക്കാർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് ചാണകവും മൂത്രവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിനെ വളർത്തുക. പിന്നെ നല്ല മോര്, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് പ്രകൃതി ജീവനം നമ്മൾ പരിശീലിപ്പിക്കുന്നതുകൊണ്ട് പാലിനേക്കാൾ നമുക്ക് അല്പം മോര് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ശുദ്ധമായ വസ്തുക്കൾ നമുക്ക് കിട്ടുക. പുല്ലും പച്ചവെള്ളവും മാത്രം കൊടുത്ത് ഇവരെ വളർത്തുമ്പോൾ അതിൻ്റെ ചാണകത്തിനും അതുപോലെ തന്നെ അതിൻ്റെ മൂത്രത്തിനും അതിൻ്റെ പാലിനുമെല്ലാം ഔഷധ ഗുണം കൂടുതലാണ്. അലോപ്പതി ശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറയുന്നുണ്ട്, ഫുഡ് ആസ് മെഡിസിൻ. ഭക്ഷണമാണ് ഇതിൻ്റെ മരുന്ന്. ഈ ഭക്ഷണം മരുന്നാകണമെങ്കിൽ നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണം. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൽ നമ്മൾ വിഷം ചേർക്കാൻ പാടില്ല. രാസവസ്തുക്കളോ വിഷകരമായ ഒന്നും തന്നെ നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ കപ്പയ്ക്കകത്താണെങ്കിൽ പോലും പറമ്പ് മുഴുവൻ റൗണ്ടപ്പ് അടിച്ചിട്ട് നമ്മൾ ആ വിഷമാണ് നമ്മൾ അതോട് ചേർന്നാണ് കഴിക്കുന്നത്. അത് നമ്മൾക്കും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് കഴിക്കുന്ന അതിൻ്റെ ബാലൻസ് കഴിക്കുന്ന മൃഗങ്ങൾക്കും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം നമുക്കറിയാം ഏറെ സ്ഥലം വേണമെന്നൊന്നുമില്ല ഈ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട്. 3 സെൻറ്റോ 5 സെൻറ്റോ ഉണ്ടെങ്കിലും നമുക്കൊരു വീടിൻ്റെ ഒരു മുറ്റം മാത്രമേ ഉള്ളെങ്കിലും, ഒരു ടെറസ് മാത്രമേ ഉള്ളെങ്കിലും, ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീടിനൊരു അല്പ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിലധികം സാധനം നമുക്ക് കൃഷി ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലെ തന്നെ വേസ്റ്റ്, കഞ്ഞിവെള്ളം, നമ്മൾ കറിക്കരിയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും മിറ്റം അടിച്ചു കൂട്ടുന്ന ഇലകൾ, ഇതെല്ലാം ചേർത്ത്, അല്ലെ മുറ്റത്തെ പുല്ല്, പറിച്ച് കളയുന്ന പുല്ല്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു 2 വെണ്ടയോ ഒരു 4 ചീരയോ ഒരു ഒറ്റ വഴുതനയോ അല്ലെങ്കിൽ ഒരു ചോട് പയറോ ഒക്കെ നിങ്ങൾ താഴെ തന്നെ അതാണ്. ഞാൻ അധികം ഒന്നും നട്ടിട്ടേ ഇല്ല, 2 ചോട് വെച്ചേ ഇല്ലേ നട്ടിട്ടുള്ളൂ. കാരണം നമുക്കത് മതി, നമ്മുടെ ആവശ്യത്തിൽ മിച്ചമാണ് അത് കിട്ടുക. അപ്പം നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു ഭക്ഷണ സംസ്കാരം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് രോഗമില്ലാതെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ അധ്വാനം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്കതിനൊരു മഹത്വമുണ്ട്. മണ്ണിലേക്ക് നമ്മൾ കുനിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾക്ക് അതൊരു ഭൂമിയോട് കാണിക്കുന്ന ഒരു ആതിഥ്യമര്യാദ, അല്ലെ ഒരു നമ്മൾ അതിനെ ഒരു ബഹുമാനമാണ്. മണ്ണിൽ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ മണ്ണിനോട് കാണിക്കുന്ന ഒരു ആദരവാണ്. അത് നമ്മൾക്ക് ഭക്ഷണം നൽകുന്നു, ഭൂമി നമ്മളെ സംരക്ഷിക്കുന്നു. നല്ല മണ്ണുണ്ടാകണം. മണ്ണിനെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. അതിനെ വിഷം കൊടുത്തും അതിനെ പ്ലാസ്റ്റിക് കത്തിച്ചും മരുന്നുകൾ തളിച്ചും ഒന്നും അതിനെ നമ്മൾ മലിനപ്പെടുത്താതെ അതിനെ നമ്മൾ വളരെ പൂജ്യമായിട്ട് നമ്മൾ ഈ മണ്ണിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതൊരു ദൈവീകതയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശാലോം TV, ഇത് ഒരു ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മാധ്യമമാണിത്. ഈ മാധ്യമത്തിലൂടെ ഇത് പറയുമ്പോഴേ അനേകരിത് കാണും. അനേകരിത് കണ്ട് ഇതൊരു ദിവ്യതയായിട്ട്, ഒരു ദൈവിക ഭാവമായിട്ട് ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.